ഇന്നത്തെ ഈ കണ്ടന്റ് ഞങ്ങൾക്ക് എൻക്വയറി വരുമ്പോൾ പല ക്ലയൻസിന്റെയും കൺസേൺസ്, പല ക്ലയൻസിന്റെ ക്വസ്റ്റനെയർ ഞങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ്. അതിൽ ഒന്നാമത്തെ, വാട്ട്സ് യുവർ സ്ക്വയർ ഫീറ്റ് റേറ്റ്? നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്താണെന്നുള്ള ചോദ്യമാണ് ആദ്യം വരിക. പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ടാഗ്ഡ് സ്ക്വയർ ഫീറ്റ് പ്രൈസ് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് നിങ്ങൾക്ക് ആരെങ്കിലും കോൺട്രാക്ടേഴ്സോ എഞ്ചിനീയേഴ്സ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാം, പലരെ വിളിക്കുമ്പോഴും അവർ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നുണ്ടല്ലോ എന്ന്. അതിനകത്ത് വരുന്നൊരു കാര്യം, ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മളൊരു പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അതിന്റെ എലിവേഷനും എല്ലാം തീർത്ത് അതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം ഉൾപ്പെടെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്ത് വന്നിട്ട് അതിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണോ ആ ടോട്ടൽ എമൗണ്ടിനെ ആ സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു തുക, അത് മാത്രമാണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അത് ആളുകൾ പറഞ്ഞ് മാർക്കറ്റിലെ ഒരു ആവറേജ് കണ്ടീഷൻ വെച്ച് പൊതുവെയുള്ള ഒരു ധാരണയായി മാറി കഴിഞ്ഞു. പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസിങ് എങ്ങനെയാണെന്ന്. ശരിക്കും ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് എപ്പോഴും ടിപ്പിക്കൽ ആയിരിക്കുകയല്ല. ഓരോ പ്രോജക്റ്റും പുതിയ എലമെന്റ്സ്, പുതിയ ഐറ്റംസ്, പുതിയ ക്ലാഡിങ്സ്, അതുപോലെ ഓർണമെന്റൽ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് വരിക. അത് മാർക്കറ്റിൽ ഓരോ വർഷം അപ്ഡേറ്റ് ആവുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് പോകുന്നതും എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതും. അപ്പോൾ അതനുസരിച്ച് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോജക്റ്റിൽ ഒരു 5000 ബ്രിക്സ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ പാർട്ടീഷൻസും റൂംസിന്റെ ഒക്കെ എണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് മറ്റൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതൊരു 7500 ബ്രിക്സ് വന്നു എന്ന് വരാം. അപ്പൊ എങ്ങനെയാണ് ഈ കോസ്റ്റ് ഒരേപോലെ വരിക? ഒരിക്കലും അത് സംഭവിക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ആ വിധത്തിൽ പ്രൈസിങ് തന്ന നിങ്ങളുമായിട്ട് ഡീൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ പ്രൈസിൽ നിങ്ങൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് അവരുടെ ഒരു ഫിക്സഡ് സ്പെക്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് അത് ടേക്കപ്പ് ചെയ്ത് നിങ്ങൾ അവിടെ ജീവിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊജക്ടിന്റെ ബഡ്ജറ്റിനെ, കോസ്റ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ, ഇനിഷ്യലി സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ ക്ലയന്റിന്റെ റിക്വയർമെന്റ്, ക്ലയന്റിന്റെ ബഡ്ജറ്റ്, ഇതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ പ്രൊജക്ടിനെ ഡിസൈൻ ചെയ്യുക, ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. ക്ലയന്റ് റിക്വയർമെന്റ്സ് പറയുമ്പോൾ അവരുടെ ബഡ്ജറ്റ്, കപ്പാസിറ്റി ഞങ്ങൾ അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇത് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് അവരോട് അത് കാര്യം പറഞ്ഞു മനസ്സിലാക്കും. ഈ ബഡ്ജറ്റിൽ എത്ര റിക്വയർമെന്റ്സ് തീരില്ല, സ്ക്വയർ ഫീറ്റ് വളരെയധികം മുന്നോട്ട് പോകും. അതുകൊണ്ട് അവരുടെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റിനെ ആവറേജ് ഇപ്പൊ പോയിരിക്കുന്ന ഒരു ബഡ്ജറ്റിങ്, ഒരു ആവറേജ് പ്രൈസിങ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഫീറ്റിലെത്തും. ആ സ്ക്വയർ ഫീറ്റ് ഏരിയ വെച്ചിട്ട് അവർക്ക് വേണ്ട അമ്യൂണിറ്റീസ്, 4 ബെഡ്റൂം ആണെങ്കിൽ ഒരു ബെഡ്റൂം കുറച്ച് 3 ബെഡ്റൂമിലേക്ക് കൊണ്ടുവരും. അല്ല ബഡ്ജറ്റ് ഇനിയും ബാലൻസ് കിടപ്പുണ്ടോ എങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കോമൺ ഏരിയാസ് ലൈക്ക് പാറ്റിയോ, കോർട്ട്യാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ്, കോമൺ സ്പേസുകൾ വേണമെങ്കിൽ അതൊക്കെ ഡിസൈനിൽ ഉൾക്കൊള്ളിക്കുക. എക്സ്റ്റീരിയർ എലിവേഷൻ, ഓർണമെന്റൽ വർക്കുകൾ, അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ഓഫ് എമൗണ്ട് മാറ്റി വെക്കുക. അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ്, ബൗണ്ടറി വാള്, ഇന്റീരിയർ തുടങ്ങി പല എലമെന്റുകളും കൺസിഡർ ചെയ്ത് അതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ച് വേണം നമുക്ക് പ്രൊജക്ടിന്റെ ബഡ്ജറ്റിംഗ് തീർന്നു പോകാൻ. പിന്നെ ക്ലയൻസ് പൊതുവിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എത്രയാണ് ഇതിന്റെ ഡ്യൂറേഷൻ, ഒരു പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ? ഈ ഡ്യൂറേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പ്രൊജക്ടിന്റെ ആർക്കിടെക്ചറൽ പ്ലാനും എലിവേഷനും മറ്റു കാര്യങ്ങളും ഡ്രോയിങ്ങും എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അതിന്റെ ഏരിയ എല്ലാം കൺസിഡർ ചെയ്തതിനു ശേഷം ആയിരിക്കും നമ്മൾ ആക്ച്വലി വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ആ വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഏറ്റക്കുറച്ചിൽ ഏരിയ അനുസരിച്ച് ഒരു 8 മുതൽ 8, 10, 12 മാസം, അത് 15 മാസം വരെ പോകുന്ന പ്രൊജക്ടുകളുണ്ട്. ഈ 8 to 10, 12, 15 മന്ത്സ് പറഞ്ഞത് പ്രോപ്പർലി ഉള്ള എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള പീരീഡാണ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ തീരാതെ ബേസ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ബേസ്മെന്റ് തീരാതെ ബ്രിക്ക് കിട്ടാനോ ലിൻഡൽ ചെയ്യാനോ ഈ സ്ട്രക്ചർ തീരാതെ ഫിനിഷിംഗിലേക്ക് പോകാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഓരോ വർക്കിനും, പ്രത്യേകിച്ച് സിവിലിന് അതിന്റെ ക്യൂറിംഗ് പ്രോസസ് ഒക്കെ ഉണ്ട്. ലിൻഡലിന് ഒരു 7 ദിവസം, ലിൻഡൽ ഷെയ്ഡിനൊക്കെ ഒരു 7 ദിവസം, സ്ലാബിന് മിനിമം ഒരു 14 to 20 ഡേയ്സ്, പിന്നെ ബ്രിക്ക്, പ്ലാസ്റ്ററിങ്, അതിന്റെ ക്യൂറിങ്, പിന്നെ ഫിനിഷിംഗ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പാരലലി പ്ലാൻ ചെയ്യാത്ത പല വർക്കുകളും ഉണ്ട്. ഇപ്പൊ ടൈൽ വർക്ക് നടക്കുന്ന സമയത്ത് വേറൊരു ആൾക്കും അവിടെ ആക്സസ് പറ്റില്ല. പുട്ടി, സാൻഡിങ് വർക്ക് പോലുള്ള വർക്കുകൾ നടക്കുന്ന സമയത്തും പരമാവധി മറ്റാളുകൾ അവിടെ ഉണ്ടാവില്ല. ഫൈനൽ സ്റ്റേജിൽ ഫൈനൽ എമൽഷൻ വർക്ക് നടക്കുമ്പോൾ എല്ലാവരെയും വൈൻഡപ്പ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഷെഡ്യൂളിംഗും പ്ലാനിങ്ങിലുമാണ് നമ്മൾ ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് പോവാം ബേസ്ഡ് ഓൺ ദ പ്രൊജക്ട് പൊട്ടൻഷ്യൽ. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം,
ക്ലയൻസ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ്സായിട്ട് അങ്ങ് പോകും. പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റെസ്പോൺസിന് താമസം എടുക്കുക. അതിന് ചിലപ്പോൾ ഒരു 3 to 4 months അങ്ങനെ അങ്ങ് പോകും. അതിനുശേഷം പെട്ടെന്ന് ഓവറോൾ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് മുതൽ ഒരു 10 മാസം കൺസിഡർ ചെയ്ത് ഈ ഡിസൈനിങ്ങിന് വേണ്ടി പോയ 4 മാസം കുറച്ചിട്ട് ബാലൻസ് വരുന്ന 6 മാസം കൊണ്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എഗ്രിമെന്റിലേക്ക് പോകും. ഞങ്ങൾ പലപ്പോഴും ക്ലയൻസിനോട് പറയുന്നുണ്ട്, എഗ്രിമെന്റേ ചെയ്യില്ല, നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോയില്ലെങ്കിൽ പോയില്ല എന്നുള്ളതുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ടൈം ഫ്രെയിം നമ്മൾ ഒരിക്കലും കമ്മിറ്റ് ചെയ്യില്ല. കാരണം പ്രൊജക്ടിന്റെ ഡീറ്റെയിലിങ്ങും അതിന്റെ ഫിനിഷിങ്ങും ഒരു ലൈഫ് ലോങ് നമ്മൾ 50+ yearsലേക്ക് പ്ലാൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, ഒരു പ്രോഡക്റ്റ് ധൃതിയിട്ട് 2-3 മാസങ്ങളുടെ ഏറ്റക്കുറച്ചിലിന് വേണ്ടിയിട്ട് റഷ് ചെയ്ത് ആ പ്രൊജക്ടിനെ നശിപ്പിച്ച് കളയുന്ന അവസ്ഥയാണ് അവിടെ സംഭവിക്കുക. പലരും വിളിക്കുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ സർവീസസ് എന്തൊക്കെയാണ്? ഞങ്ങളുടെ സർവീസസ് സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിന്റെ പൊട്ടൻഷ്യൽ അറിയുക, ക്ലയന്റിന് വേണ്ട അഡ്വൈസസ് കൊടുക്കുക, അതുപോലെ പ്ലാനിങ്, എലിവേഷൻ, ഇന്റീരിയറിന്റെ ഡിസൈനിങ്, പിന്നെ എക്സിക്യൂഷനിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും സിവിൽ കൺസ്ട്രക്ഷൻ, പിന്നെ ഓൾ ഫിനിഷിംഗ് ലൈക്ക് ഡോർസ്, വിൻഡോസ്, ജോയിനറീസ് ഏരിയ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫ്ലോറിംഗ്, സ്റ്റീൽ വർക്ക് ഉണ്ടെങ്കിൽ, ഓർണമെന്റൽ വർക്ക്സ് ഉണ്ടെങ്കിൽ, ക്ലാഡിങ്സ്, അതുപോലെ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഡിസൈനിങ് ആൻഡ് എക്സിക്യൂഷൻ, അതുപോലെ ബൗണ്ടറി വാളിന്റെ ഡിസൈനിങ് ആൻഡ് എക്സിക്യൂഷൻ തുടങ്ങി ഒരു കൺസ്ട്രക്ഷന് വേണ്ട ഓൾ സർവീസസ് വൺ സിംഗിൾ അംബ്രല്ലയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സർവീസസിനെ ഞങ്ങൾ മൊത്തത്തിൽ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വരുന്നതാണ് ഡിസൈനിങ്, 2 വരുന്നത് കൺസ്ട്രക്ഷൻ, 3 വരുന്നത് ഇന്റീരിയർ, 4 വരുന്നത് ബൗണ്ടറി വാൾ, ലാൻഡ്സ്കേപ്പിംഗ്. ഇതിന്റെ ഡിസൈനിങ്ങും എക്സിക്യൂഷനും 2ഉം ഉണ്ട്. പലരും ചോദിക്കും, ഇത് നിങ്ങൾ ഡിസൈനിങ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് അതിന് സെപ്പറേറ്റ് റെമ്യൂണറേഷൻ ആണ്, സെപ്പറേറ്റ് പേയ്മെന്റ് ആണ് ഡിസൈനിങ്ങിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഡിസൈനിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് യുവേഴ്സ്, ക്ലയന്റിന്റെ ആണ്. അത് ഞങ്ങളിൽ നിന്ന് ഒരു എസ്റ്റിമേറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും നിങ്ങളുടെ കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സമീപിക്കാം. എല്ലാ സർവീസസിന്റെയും ഡിസൈനിങ്ങും എക്സിക്യൂഷനും 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ചോദിക്കുന്നത്, ഈ ഡിസൈനിങ് പ്രോസസ്സിന് എന്ത് താമസം എടുക്കുന്നു? ഓൾമോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ, വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് 2 to 3 months അതിന്റെ സിവിൽ ആർക്കിടെക്ചറൽ പ്ലാനും എക്സ്റ്റീരിയർ എലിവേഷന്, അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ലേഔട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിച്ച് പോകാൻ പറ്റും. നമുക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരുവത്തിൽ പഞ്ചായത്ത്, അല്ല മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഏത് ഗവൺമെന്റ് ബോഡിയാണോ അവിടെ നമുക്ക് അപ്രൂവൽസ് എടുക്കാൻ പറ്റും. ഇതിന് ഓൾമോസ്റ്റ് ഒരു 3 months ആണ് ഡ്യൂറേഷൻ എടുക്കുക. പക്ഷെ ഇതിന് ശേഷമുള്ള ടൈമാണ് നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എഫക്റ്റീവ് സ്പാൻ ഓഫ് ഡേറ്റ് നമുക്ക് വേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 8, 10, 12, 15 മാസങ്ങൾ ആ പ്രൊജക്ടിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച്. നമ്മുടെ ഒരു ഡിസൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒരു A4 സൈസിൽ ഒരു പ്ലോട്ടിംഗ് അല്ല. അതിന് കുറെ ചിന്തകളിലൂടെ, കുറെ പ്ലാനിങ്ങുകളിലൂടെ പോകാനുണ്ട്, ആലോചനകൾ നടത്താനുണ്ട്. ക്ലയന്റിനായാലും അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു സ്ക്രിബിളിംഗ് അല്ലെ സോണിംഗ് ആണ് ചെയ്യുക. ആ പ്രൊജക്ടിന്റെ ലൊക്കേഷനും അതിന്റെ ഓറിയന്റേഷനും ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സോണിങ് ചെയ്യും. അതിനുശേഷം അത് നമ്മുടെ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവരുടെ ഇൻപുട്ടും കൂടെ ചേർത്ത് ഔട്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റുമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രസന്റേഷൻ ഡിസ്കഷനിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചാണ് നമ്മൾ ആ റിക്വയർമെന്റിന്റെ ഒരു ആധികാരികമായ, ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഡിസ്കഷൻ ഓൺ ടേബിൾ ടു ടേബിൾ നമ്മൾ ഫേസ് ടു ഫേസ് നടത്തുക. ആ സ്റ്റേജ് മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ഫ്രണ്ടിലായി. പിന്നീട് ക്ലയന്റ് സൈഡിൽ നിന്നുള്ള കമന്റ്സും ചെയ്തു വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കും പേഴ്സണലി തോന്നുന്ന ചേഞ്ചസും എല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മൾ 1, 2, 3 റിവിഷൻസിലേക്ക് പോകുന്നു. ആ റിവിഷൻ പ്ലാൻ ഫൈനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് 3D എക്സ്റ്റീരിയർ ഡിവിഷനിലേക്കാണ് അത് പോവുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോകാഡിലും റെവിറ്റിലുമാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അതിനുശേഷം അത് 3D വിഷ്വലൈസേഷനിലേക്ക് നമ്മൾ അത് കൈമാറുന്നു. അവര് ഹെവി എക്യുപ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ് യൂസ് ചെയ്യുക. സ്കെച്ചപ്പ്, അതുപോലെ റെൻഡറിങ്ങിനുള്ള ലൂമിയോൺസ്, അങ്ങനെയുള്ള പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നു. അപ്പം ഹെവി സപ്പോർട്ടുള്ള മെഷീൻസ് വേണം അതിന് വർക്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല ഓൾമോസ്റ്റ് ഞങ്ങളുടെ റെൻഡറിങ്ങിനെല്ലാം ഒരു 1 night ടൈം എടുക്കാറുണ്ട്. മാക്സിമം ടൈം എടുത്ത് റെൻഡർ ചെയ്യുമ്പോഴാണ് അതിന്റെ പിക്ചർ പെർഫെക്ഷൻ നോക്കിയിട്ട് അതിനുശേഷം അതിന്റെ ലേഔട്ട് ഫിക്സേഷൻസ്, അത് ലൂസ് ഫർണിച്ചേഴ്സ്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇതിന്റെ എല്ലാ ഫിറ്റിംഗ്സുകളൊക്കെ എവിടെ വരും, CP സാനിറ്ററി, അതുപോലുള്ള എലമെന്റ്സ് ഒക്കെ എവിടെയൊക്കെയാണ് പൊസിഷൻസ് വരിക, ഇതിനെയാണ് ലേഔട്ടിംഗ് എന്ന് പറയുക. അതുപോലെ സെറ്റ് ഔട്ടിനുള്ള സെൻട്രൽ ലൈൻ ഡയഗ്രാം, ഇതാണ് ഒരു ബേസിക് സെറ്റ് ഓഫ് ഡ്രോയിങ്സ് വരിക. അതിന് ശേഷം ഇന്റീരിയർ 3D വിഷ്വലൈസറുടെ അടുത്തേക്കാണ് മാറ്റം ചെയ്യപ്പെടുക. അപ്പൊ നിങ്ങൾ ഓരോ സെക്ഷനിലും ഓരോരോ ആളുകളുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്.
ഇന്റീരിയർ ഡിവിഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കൊറോണ, എൻസ്കേപ്പ്, അതുപോലെ 3ds Max പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിനും സെപ്പറേറ്റ് മെഷീൻസ് ആയിരിക്കും. പിന്നെ ഇതിന്റെ എല്ലാം വർക്കിംഗ് ഡ്രോയിങ്സ്, സിവിലിന്റെ വർക്കിംഗ് ഡ്രോയിങ്സ്, ഫിനിഷിംഗ് എലമെന്റ്സിന്റെ വർക്കിംഗ് ഡ്രോയിങ്സ്, എക്സ്റ്റീരിയർ 3D എലിവേഷന്റെ അതിന്റെ വർക്കിംഗ് ഡ്രോയിങ്സ്, അതുപോലെ ഇന്റീരിയറിന്റെ ഫിറ്റ് ഔട്ട് ഡ്രോയിങ്സ്, ലേ ഔട്ട് അതിന്റെ വർക്കിംഗ് ഡ്രോയിങ്സ്. ഓൾമോസ്റ്റ് ഫുൾ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് നോക്കി കഴിയുമ്പം ഒരു 150+ ഷീറ്റ് ഓഫ് ഡ്രോയിങ്സ് ആണ് നമുക്ക് ഡെലിവർ ചെയ്തെടുക്കാനുള്ളത്. ഇതിനൊക്കെ നമുക്ക് മിനിമം ഒരു 3 months ടൈം വേണ്ടതാണ്. അപ്പോൾ അവിടെ ക്ലയൻസ് റഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ നമുക്ക് നഷ്ടപ്പെടും. ഇതിനെല്ലാം ശേഷം, ഈ ഡിസൈനിങ്ങിനെല്ലാം ശേഷമാണ് ഇത് എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്, കോസ്റ്റ് എസ്റ്റിമേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക. അത് സീനിയർ ക്വാണ്ടിറ്റി സർവേയേഴ്സ് ആയിരിക്കും അത് ചെയ്യുക. ജൂനിയർ ക്വാണ്ടിറ്റി സർവേയേഴ്സ് അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം പിച്ച് ചെയ്തതിന് ശേഷം അതിന്റെ പ്രൈസിങ് മറ്റു കാര്യങ്ങൾ സീനിയർ ക്വാണ്ടിറ്റി സർവേയേഴ്സ് ആണ് അത് കൊടുക്കുന്നതും. ആ പ്രൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബേസ് ചെയ്തിട്ട് അതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കണം. പിന്നെ എഗ്രിമെന്റ്, ആർബിട്രേഷൻ പോയിന്റ്സ്, പിന്നെ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് ഫൈനലി ഈ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് മുഴുവൻ വെച്ചിട്ട് നമ്മൾ എഗ്രിമെന്റിലേക്ക് പോവുക. അപ്പൊ ഇതിനൊരു 3 months ടൈം മിനിമം വേണ്ടതാണ്. ആ ഒരു സ്റ്റേജിൽ ക്ലയൻസ് റഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് അതിൻ്റെതായ പെർഫെക്ഷനിൽ അതിൻ്റെതായ സാധ്യതകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. ക്ലയൻസ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. യൂണിവേഴ്സലി സിവിൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ 5 റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്യുക. അത് സാൻഡ്, സിമെന്റ്, മെറ്റല്, സ്റ്റീല്, അതുപോലെ ബ്രിക്ക്. യൂണിവേഴ്സലി ഈ 5 റോ മെറ്റീരിയൽസിനെ മോൾഡ് ചെയ്ത് അതിന് വേണ്ടതായ കൺസ്യൂമബിൾസും ഉപയോഗിച്ച് അതിനെ മോൾഡ് ചെയ്താണ് യൂണിവേഴ്സലി എവിടെ ചെന്നാലും സിവിൽ കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പോൾ ആ പ്രൊജക്ടിന്റെ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി റിക്വയർമെന്റ് അനുസരിച്ച്, അതിന്റെ ലോഡ് കാൽക്കുലേഷനും മറ്റു കാര്യങ്ങളും അനുസരിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുന്ന പോലെ സ്റ്റീല് മറ്റു കാര്യങ്ങളിൽ, കോൺക്രീറ്റ്, സിമെന്റിലുള്ള അളവ്, അതായത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പിക്ക് കമ്പി, സിമെന്റിന് സിമെന്റ്, കട്ടയ്ക്ക് കട്ട, മണലിന് മണൽ, ഇത് നമുക്ക് ഒരിക്കലും ഏറ്റക്കുറച്ചിൽ ഒരു പ്രൊജക്റ്റിലും വരുത്താൻ സാധിക്കില്ല. അപ്പോൾ സിവിലിൽ വരുമ്പോൾ ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ബ്രിക്സ് ചൂസ് ചെയ്യുന്നത് റെഡ് ബ്രിക്സ് ആണ്, റെഡ് ബ്രിക്സ്, പോറത്തേമാണെ പോറത്രയും, WAC ലൈറ്റ് വെയർ ബ്രിക്ക് ആണെങ്കിൽ അത്, ലാട്രേറ്റ്, സിമെന്റ് സോളിഡ് ബ്രിക്സ്, എം ബ്രിക്സ്, 5-6 വെറൈറ്റി ഓഫ് ബ്രിക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ക്ലയന്റിന്റെ റിക്വയർമെന്റും ക്ലയന്റിന്റെ ബഡ്ജറ്റ് മറ്റ് കാര്യങ്ങളെ കണക്കിലെടുത്താണ് ഏത് ബ്രിക്സ് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന മിക്സ് പ്രപ്പോർഷൻസ് സെയിം ആയിരിക്കും. 1:4:5 റേഷ്യോയിലായിരിക്കും അതിന്റെ മിക്സിംഗ് പ്രപ്പോർഷൻസ് വരിക. ഉപയോഗിക്കുന്ന സിമെന്റ് അൾട്രാടെക്, റാംകോ, ശങ്കർ തുടങ്ങി A ഗ്രേഡ് സിമെന്റ്സ് ആയിരിക്കും. ബ്രിക്ക് വർക്കിലേക്ക് വരുമ്പോൾ എംസാൻഡ്, പ്ലാസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ പീസാൻഡ്, അതുപോലെ സ്റ്റീൽ വരുമ്പോൾ നമുക്ക് പ്രൈമറി സ്റ്റീൽ, സെക്കൻഡറി സ്റ്റീൽ എന്ന 2 തിരിവുണ്ട്. പ്രൈമറി സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമുക്ക് JSW, സെയിൽ, വൈശാഖ്, ജിൻഡാൽ പാൻഡർ, ടാറ്റ ടിസ്കോൺ തുടങ്ങിയ 5 പ്രൈമറി സ്റ്റീൽസ് ആണ്. പ്രൈമറി സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെക്ക് എന്ന് പറയുന്നത് 100% ഫ്രഷ് അയണോറാണ് യൂസ് ചെയ്യുക. ഒരു സ്ക്രാപ്പും അതിനകത്ത് ഉപയോഗപ്പെടുന്നില്ല. അത് 550D കാറ്റഗറിയിലാണ് ഈ പ്രൈമറി സ്റ്റീൽ വരിക. അതേസമയത്ത് സെയിം സെക്കൻഡറി സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു 500-450Dയിലാണ് അത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. അതിന്റെ സ്ട്രെങ്ത് അത് കോമ്പിനേഷൻ ഓഫ് 60-40 കോമ്പിനേഷനിലാണ്. 60% സ്ക്രാപ്പും 40% ഫ്രഷ് അയണോറും മിക്സ് ചെയ്തിട്ടാണ് സെക്കൻഡറി സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ക്ലയന്റിന്റെ ബഡ്ജറ്റ് റിക്വയർമെന്റും അനുസരിച്ചാണ് പ്രൈമറി സ്റ്റീലാണോ സെക്കൻഡറി സ്റ്റീലാണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ സിവിൽ കൺസ്ട്രക്ഷനിൽ ഓവറോൾ ഉപയോഗിക്കപ്പെടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മറ്റ് ഫിനിഷിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ CP സാനിറ്ററി, ടൈല്, ഉപയോഗിക്കുന്ന കേബിൾസ്, അതിന്റെ കൺസീൽഡ് കോൺഡ്യൂട്ട്സ്, സ്വിച്ചസ്, അതുപോലെ പെയിന്റ് തുടങ്ങിയ ഫിനിഷിംഗ് ഐറ്റംസ്. ഇതെല്ലാം ഞങ്ങൾ പൊതുവെ സ്പെക്കിൽ ഇടുമ്പോൾ ആവറേജ് മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അതിന്റെ പ്രൈസിങ്ങിനെ ബേസ് ചെയ്തിട്ട് പ്രീമിയം പ്രോഡക്ട്സ് ആണ് ഞങ്ങൾ എപ്പോഴും സ്പെക്കിൽ ഉപയോഗിച്ച് പോവുക. അപ്പോൾ സിവിലിൽ ഒരു ചേഞ്ചസ് നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് അതിന് സ്റ്റാൻഡേർഡ് ഫിക്സഡ് സ്പെസിഫിക്കേഷനും പ്രൈസിങ്ങും വന്നതിന് ശേഷം ഫിനിഷസിലേക്ക് വന്നു കഴിയുമ്പം ഒരു പ്രീമിയം പ്രോഡക്ട്സിന്റെ ലിസ്റ്റ് ചെയ്ത് അതിന്റെ പ്രൈസിങ് ഇട്ടാണ് നമ്മൾ കോസ്റ്റ് ചെയ്തു പോവുക. ശേഷം പർച്ചേസിന്റെ സമയത്തേക്ക് വരുമ്പോൾ ക്ലയന്റിന് ആ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിൽ നിന്ന് കയറിയോ അത് താഴേക്ക് വന്നോ അത് പർച്ചേസ് അവർക്ക് ഫിക്സ് ചെയ്ത് പോകാം അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ച്. ഇനി അതല്ല, ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന അതേ സ്പെക്കിൽ അതേ പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോകേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രൊജക്റ്റ് പ്രീമിയമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പെക്കായിരിക്കും നിങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക. സോ അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ഏരിയയെ പറ്റിയുള്ള ക്ലയൻസിൻ്റെ ക്വയറീസിനുള്ള മറുപടി. താങ്ക് യു ഫോർ വാച്ചിങ്.